ഇതിപ്പോൾ കോവളത്തുള്ള അതേ ബീച്ചിൻ്റെ അപ്പുറത്തെ ഒരു ബീച്ചാണ്. നമ്മളിതിങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവളം ബീച്ചെന്ന് കാണിക്കുമ്പോൾ ശരിക്ക് ഫോട്ടോയിലും ടൂറിസത്തിലൊക്കെ കാണിക്കുന്നത് ആ ലൈറ്റ് ഹൗസ് ആ കുന്നത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാഴ്ചകൾ. ലൈറ്റ് ഹൗസ് അത് ഇവിടുന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ലൈറ്റ് ഹൗസ്. ഇപ്പോൾ നല്ല തിരയായി, ഒരു മഴക്കോള് വന്ന് മഴ തുള്ളിയിടാൻ തുടങ്ങി. ആണ് ഒരു പെട്ടാതെ ചെറുതായിട്ട് പിടിക്കുക. ഇതാണ് ഇങ്ങനെ കോവളത്തിൽ ബീച്ചിൻ്റെ ശരിക്ക് കോവളം മെയിൻ ബീച്ച് എന്ന് പറയുമ്പോൾ ഇതും അതുമാണ്. ഇതാണ് ഇങ്ങനെ ബീച്ചിൻ്റെ രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ഇതിനെല്ലാത്തിനും എൻട്രൻസ് വേറെ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കോവളം ബീച്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിലിറക്കി വിടും. 2-3 ബീച്ചുകളുണ്ട് ഇങ്ങനെ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഭയങ്കര തിരയാണ് ഇവിടെ. നിന്ന് കുളിക്കാനുകൾ ഉണ്ട്, കുറവാണ്. അപ്പുറത്തെ ഭാഗത്ത് തിര കുറവുണ്ട്. ഇതാണെന്ന് പറയുന്നത് ഇങ്ങനെ കരിമണൽഖനനത്തിന് ഉണ്ടല്ലേ, കറുത്ത പൂഴിയാണ് ഇവിടുത്തെ. ഇതൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന കരിമണൽ ഖനനം എന്ന് പറയുന്ന ഇത് വാരിക്കൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഇതൊക്കെ കറുത്ത മണ്ണാണ് മുഴുവൻ. ഇത് കണ്ടില്ലേ, മുഴുവൻ കറുത്ത ബ്ലാക്കാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളും സാധനം വിൽപ്പന കടകളും. ഇതിൻ്റെ അപ്പുറമാണ് വിഴിഞ്ഞം തുറമുഖം. ഇവിടെ കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്ന ഇവിടെ കാണാം. ഇങ്ങനെ അവിടെ പിന്നെ വലിയ വലിയ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെയാണ് ആ അറ്റത്ത് കാണുന്നത്. ഇതാണ് ശരിക്ക് ട്രേഡ് മാർക്ക് കോവളത്തിൻ്റെ. ആ ഒരു ദൂരെ കാണുന്ന ക്ലോക്ക് ടവർ, അത് കുറച്ചുകൂടെ അടുപ്പിച്ചാൽ അതിങ്ങനെ കാണാം. ഇതാണ് കോവളത്തിൻ്റെ ട്രേഡ് മാർക്ക്, പിന്നെ ലൈറ്റ് ഹൗസ്. ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചകൾ. ഏകദേശം ഗോവ ബീച്ച് മാതിരിയൊക്കെ തന്നെയാണ് ഏകദേശം. ഗോവയിലെ ഇതിലൂടെ കുറച്ചുകൂടെ വലിയ ബീച്ചുകളാണ്. അവിടുന്ന് പിന്നെ വിഴിഞ്ഞം തുറമുഖത്ത് വന്ന് അടുത്ത കപ്പലുകളാണ് അപ്പുറത്ത് മാറ്റിയിട്ടിരിക്കുന്നതൊക്കെ. അത് ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകുന്നവരെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് 3000 രൂപ ചോദിച്ചപ്പോൾ കപ്പലിൻ്റെ അടുത്ത് വരെ തുറമുഖത്തിൻ്റെ ആ കെട്ടിൻ്റെ കല്ലൊക്കെയാണതോ അങ്ങ് കാണുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കോവളം ബീച്ചിലെ. മഴ ചാറാൻ തുടങ്ങി. കോവളം ബീച്ചിൻ്റെ കാഴ്ചകൾ. മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. ഇന്ന് മഴക്കോളാണ് ഇവിടെ തിരുവനന്തപുരത്ത്. ഇതാ അവിടെ വിഴിഞ്ഞത്തിൻ്റെ ഒരു ചെറിയ കല്ല് കെട്ടിയത് ഇവിടെ നിന്നാൽ കാണാം. ഇതിനകത്തൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല. അറ്റത്തൊരു ചെറിയ തിട്ട ഇങ്ങനെ കാണാം. അതാ ഈ കാണുന്നതാണ് തിട്ട. അതാ കാണുന്നുണ്ട്, ആ നീണ്ടു കിടക്കുന്നത് തിട്ടയാണ്. ഇതിങ്ങനെ ലൈറ്റ് ഹൗസാണ്. ഞാൻ സൂം ചെയ്തതാണ്. മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരി, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.